ഖുർആൻ ക്ലാസ്സിൽ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വളരെയധികം വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ളതും ഇന്നും ഇസ്ലാമിക ദൈവക്കാരെ കുഴയ്ക്കുന്നതുമായിട്ടുള്ള ഏതാനും വാക്യങ്ങളാണ്. വാളിൻ്റെ വെളിപാടുകൾ എന്ന് വിളിക്കാവുന്ന ചില വെളിപാടുകളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. 190 മുതൽ 194 വരെയുള്ള ഈ വാക്യങ്ങൾ വായിച്ചതിന് ശേഷം അതിൻ്റെ പശ്ചാത്തലവും ചരിത്രവും വിവരിക്കാനാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഈ ചരിത്രവും പശ്ചാത്തലവും വിവരിച്ച് കഴിയുമ്പോഴേക്ക് ക്ലാസ് ദീർഘിച്ചു പോകാൻ ഇടയുള്ളതുകൊണ്ട് വാക്യങ്ങളുടെ പൂർണ്ണമായ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടി തുടരേണ്ടി വരും. ഈ ക്ലാസ്സിൻ്റെ മുന്നോടിയായി ഞാൻ ഇന്നലെ മറ്റൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഖുർആൻ ക്ലാസ് എന്ന് ടൈറ്റിൽ കൊടുത്തിട്ടില്ലെങ്കിലും ആ വീഡിയോ കൂടി ഖുർആൻ ക്ലാസ്സിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് ഈ ക്ലാസ്സിന് മുമ്പായി ആ വീഡിയോ കൂടി എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാളുകൊണ്ടും കൊള്ളമുതലുകൊണ്ടും അടിത്തറ കെട്ടിയ മതം എന്ന പേരിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോ ഈ ക്ലാസ്സിൻ്റെ ഭാഗമാണ്. കാരണം നമ്മളിപ്പോൾ ഖുർആൻ ക്ലാസ്സിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ക്രോണോളജി അനുസരിച്ച് അധ്യായങ്ങൾ ക്രമീകരിച്ച് നമ്മൾ ക്ലാസ് നടത്തി പോകുന്നതിന് യാതൊരു ഫലവുമില്ലാത്ത വിധം എല്ലാ ക്രോണോളജിയും അട്ടിമറിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നതാണ്. കാരണം ഈ മദീനയിൽ അവതരിച്ച വലിയ വലിയ അധ്യായങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് അധ്യായങ്ങൾക്കകത്ത് ആയത്തുകൾ ക്രമീകരിച്ചിട്ടുള്ളത് യാതൊരു ക്രമവും ക്രോണോളജിയും ഇല്ലാതെയാണ്. ഇപ്പോൾ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന 190 മുതൽ 195 വരെയുള്ള വാക്യങ്ങളൊക്കെ അവതരിക്കുന്നത് മുഹമ്മദ് മദീനയിലെത്തി 6-7 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. എന്നാൽ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മുഹമ്മദ് മദീനയിലെത്തിയ ഉടനെ 1-2 വർഷങ്ങൾക്കുള്ളിൽ പറഞ്ഞ കാര്യങ്ങളും അന്നത്തെ സാഹചര്യങ്ങളുമൊക്കെയാണ്. അപ്പോൾ അതിനുശേഷം ഈ ഹിജ്റ 2-ാം വർഷം മുതൽ ഹിജ്റ 7-ാം വർഷം വരെ നടന്ന സംഭവ ബഹുലമായിട്ടുള്ള ഒരു ചരിത്രം ചുരുക്കി പറയാതെ നമുക്ക് ഈ 190ലേക്ക് കടക്കാൻ പറ്റില്ല. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ചരിത്രത്തോടൊപ്പം ഖുർആൻ പഠിച്ചു പോകാനോ അല്ലെങ്കിൽ ഖുർആനോടൊപ്പം ഇസ്ലാമിൻ്റെ ചരിത്രം വായിച്ചു പോകാനോ കഴിയാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഹിജ്റ 2-ാം വർഷം മുതൽ ഹിജ്റ 7-ാം വർഷം വരെയുള്ള ചരിത്രത്തിൻ്റെ ഒരു ചുരുക്കമാണ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ അവതരിപ്പിച്ചത്. അതിൽ പൂർണ്ണമായിട്ടില്ല. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി ഇന്ന് ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആയത്തുകളുടെ പശ്ചാത്തലം എന്താണ് എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. ഞാൻ ആദ്യം ഈ 190 മുതൽ 194 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. അതിനുശേഷം ഓരോ വാക്യങ്ങളുടെയും പശ്ചാത്തലം എന്താണ് എന്നും അതിൻ്റെ ചരിത്രം എന്താണ് എന്നും ചുരുക്കി പറയാൻ ശ്രമിക്കാം. 190. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. എന്നാൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത്. പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല തന്നെ. 191. അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ കൊന്നുകളയുകയും അവർ നിങ്ങളെ പുറത്താക്കിയിടത്ത് നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക. ഫിത്ന കൊലയേക്കാൾ നിഷ്ഠൂരമാകുന്നു. മസ്ജിദുൽ ഹറാമിനടുത്ത് വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. അവർ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധം ചെയ്യുന്നത് വരെ. ഇനി അവർ നിങ്ങളോട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ കൊന്നുകളയുക. അപ്രകാരമാണ് കാഫറുകൾക്കുള്ള പ്രതിഫലം. 192. ഇനി അവർ വിരമിക്കുകയാണെങ്കിലോ തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അള്ളാഹു. 193. ഫിത്ന ഇല്ലാതാവുകയും മതം അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക. എന്നാൽ അവർ വിരമിക്കുകയാണെങ്കിൽ അക്രമികൾക്കെതിരിലല്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല. 194. വിലക്കപ്പെട്ട മാസത്തിൽ തന്നെ വിലക്കപ്പെട്ട മറ്റു കാര്യങ്ങൾ ലംഘിക്കുമ്പോഴും പ്രതിക്രിയ ചെയ്യേണ്ടതാണ്. അപ്രകാരം നിങ്ങൾക്കെതിരെ ആര് അതിക്രമം കാണിച്ചാലും അവൻ നിങ്ങളുടെ നേർക്ക് കാണിച്ച അതിക്രമത്തിന് തുല്യമായി അവൻ്റെ നേരെയും അതിക്രമം കാണിച്ചു കൊള്ളുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഇത്രയുമാണ് 190 മുതൽ 194 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അവർ ഇങ്ങോട്ട് ആക്രമിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. ഈ വാക്യത്തെ ഇന്നത്തെ ഇസ്ലാമിക പ്രചാരകരും ദൈവക്കാരും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആൻ യുദ്ധത്തിനോ അക്രമത്തിനോ പിന്തുണയ്ക്കുന്നില്ല, മറിച്ച് ഡിഫൻസിന് വേണ്ടി ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ അങ്ങോട്ട് ആക്രമിക്കാൻ പറയുന്നുള്ളൂ എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ആ തെറ്റിദ്ധരിപ്പിക്കൽ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മുടെ ഇസ്ലാമിക പ്രചാരകർ നമ്മുടേതുപോലുള്ള രാജ്യങ്ങളിലെല്ലാം നടത്തി വരുന്നു.
എന്നാൽ യഥാർത്ഥ ഇസ്ലാമിന് ആധിപത്യവും ശക്തിയും നിലവിലുള്ളയിടത്ത് മറ്റൊരു വേർഷനാണ് ഇസ്ലാമിസ്റ്റുകൾ പറയുക. ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ തന്നെ നസ്ഖ് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്ന വാക്യങ്ങളാണ് ഇന്ന് നിലവിലുള്ളത് എന്ന് തീവ്രവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിന് ആധിപത്യമുള്ള രാജ്യങ്ങളിലെ മതപണ്ഡിതന്മാർ പറയുന്നു. നമ്മുടേതുപോലുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ഇസ്ലാമികമായ ഭരണമോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ശക്തിയോ ഇല്ലാത്ത രാജ്യങ്ങളിലൊക്കെ അവർ ഈ യുദ്ധത്തിൻ്റെ ആയത്തുകളെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളച്ചൊടിക്കാൻ വേണ്ടി ഈ ആയത്തുകൾ എടുത്ത് ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ലിയാഖത്ത് അലി അടുത്ത കാലത്ത് കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കൂടി നിങ്ങൾ ഇതിൻ്റെ അനുബന്ധമായിട്ട് കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ അങ്ങോട്ട് ആക്രമിക്കാൻ പാടുള്ളൂ എന്ന ഒരാശയമാണോ ഈ ഖുർആൻ വാക്യങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് എന്നറിയണമെങ്കിൽ ഈ ആയത്തുകൾ അവതരിപ്പിച്ച ചരിത്ര സന്ദർഭം ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ്റെ തഫ്സീറുകളിലേക്ക് പോകണം. ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾക്കൊപ്പം സബബുൻ നുസൂൽ വിശദീകരിക്കുന്ന വ്യാഖ്യാനങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കണം. സബബുൻ നുസൂൽ എന്ന് പറഞ്ഞാൽ ഇത് അവതരിപ്പിച്ച പശ്ചാത്തലം വിവരിക്കുന്ന തഫ്സീറുകൾ. അതിനകത്ത് എന്താണ് പറയുന്നത് എന്നതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ചരിത്രം പറയേണ്ടതുണ്ട്. ഇത് ഹിജ്റ 7-ാമത്തെ വർഷം മുഹമ്മദും മുഹമ്മദിൻ്റെ അനുയായികളും കൂടി വലിയൊരു സൈനിക സംഘവും കൂടി മക്കയിലേക്ക് വളരെ ദുരുദ്ദേശപൂർവം ആസൂത്രണം ചെയ്തുകൊണ്ട് നടത്തിയ ഒരു അധിനിവേശ ശ്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചതാണ്. ഞാനീ പറഞ്ഞതൊക്കെ നുണയാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ വക്താക്കൾ വരും. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് ഹിജ്റ 7-ാം വർഷം മുഹമ്മദ് നടത്തിയ ഒരു അധിനിവേശ ശ്രമത്തിൻ്റെ ഒരു ചതിയുടെ രംഗത്ത് മുഹമ്മദ് അവതരിപ്പിച്ചതാണ് ഈ വാക്യങ്ങൾ. എന്താണ് ആ ശ്രമം? അത് പറയണമെങ്കിൽ ഹിജ്റ 6-ാം വർഷം ഈ സംഭവം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം എന്ത് നടന്നു എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതുവരെയുള്ള ചരിത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഖുർആൻ ക്ലാസിൻ്റെ അനുബന്ധമായിട്ട് അവതരിപ്പിച്ച കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ തുടർച്ചയായി ഈ 6-ാം വർഷം ഹിജ്റ 6-ാം വർഷം, ഹിജ്റ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത വർഷം, അതിൻ്റെ 6-ാമത്തെ വർഷം നടന്ന ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന സംഭവം എന്താണ് എന്ന് ചുരുക്കി പറയേണ്ടതുണ്ട്. ആ ഹുദൈബിയ സന്ധിക്ക് ശേഷം അതിൻ്റെ തൊട്ടടുത്ത വർഷം ആ സന്ധിയിലെ വ്യവസ്ഥ പ്രകാരം മുഹമ്മദും അനുയായികളും മക്കയിൽ തീർത്ഥാടനത്തിന് പോകുന്നതാണ് ഈ രംഗം. യഥാർത്ഥത്തിൽ അത് തീർത്ഥാടനം ഉദ്ദേശിച്ചുകൊണ്ടുള്ള യാത്ര ആയിരുന്നില്ല എന്നും മക്ക കീഴടക്കാനുള്ള ഒരു സൈനിക മുന്നേറ്റമായിരുന്നു എന്നും ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഹുദൈബിയ സന്ധി എന്താണ് എന്ന് ഞാൻ ആദ്യം ചുരുക്കി പറയാം. ഈ ചരിത്രമൊക്കെ പറഞ്ഞു വരുമ്പോഴേക്ക് ഒരുപാട് സമയം ദീർഘിച്ചു പോകാം. അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ വാക്യങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും വിശദീകരിക്കാൻ നമുക്ക് അത് അടുത്ത ക്ലാസ്സിലേക്ക് കൂടി മാറ്റിവെക്കേണ്ടി വരും. എന്തായാലും ഞാൻ ഹുദൈബിയ സന്ധിയുടെ ചരിത്രം ചുരുക്കി പറയാൻ ശ്രമിക്കാം. മുഹമ്മദ് മദീനയിൽ 2 വർഷക്കാലം നടത്തിയ ഒരുക്കങ്ങളും 2-ാം വർഷം മുതൽ 3-ാം വർഷം മുതലുമൊക്കെ നടത്തിയിട്ടുള്ള അതിക്രൂരമായ അതിക്രമങ്ങളും ഏകപക്ഷീയമായി നടത്തിയിട്ടുള്ള അക്രമങ്ങളും അധിനിവേശങ്ങളും കൊള്ളകളുമൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചത്. അതിനെ തുടർന്ന് ഹിജ്റ 6-ാമത്തെ വർഷവും മുഹമ്മദ് ഒരുപാട് അക്രമങ്ങൾ നടത്തുന്നുണ്ട്. 20ഓളം യുദ്ധങ്ങളാണ് ഹിജ്റ 6-ാം വർഷം മുഹമ്മദ് ചെയ്തത്. മുഹമ്മദ് പറഞ്ഞയച്ച അനുയായികളും കൂടി. അതിൽ ഒരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ച കൊട്ടേഷൻ സംഘം മുതൽ ഒരു ഗോത്രത്തെ കൊള്ളയടിക്കാനും കച്ചവട സംഘത്തെ കൊള്ളയടിക്കാനും പറഞ്ഞയച്ച വലിയ സൈനിക സംഘങ്ങൾ വരെ ഉൾപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ട്. അതിൻ്റെ എല്ലാം തുടർച്ച എന്ന നിലക്ക് ഹിജ്റ 6-ാം വർഷത്തിൽ മുഹമ്മദിന് ഒരു സ്വപ്നമുണ്ടാവുകയാണ്. ആ സ്വപ്നം കാണാനുള്ള കാരണം മുഹമ്മദ് ഏതാണ്ട് മദീനയിലുള്ള എല്ലാ ഗോത്രങ്ങളെയും കീഴടക്കി കഴിഞ്ഞിരുന്നു. ഇനി മുഹമ്മദിന് മക്കയാണ് കീഴടക്കാനുള്ളത്. അപ്പോൾ മക്കയിലേക്ക് കണ്ണുവെച്ചുകൊണ്ട് മുഹമ്മദ് നടത്തിയ ഒരു നീക്കമാണ് ഈ ഹുദൈബിയ സന്ധിയിൽ കലാശിക്കുന്നത്. അതിനുവേണ്ടി മുഹമ്മദ് വളരെ ആസൂത്രിതമായിട്ട് ചില കള്ളക്കളികൾ നടത്തി, ചില കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കി. മാത്രമല്ല
മുഹമ്മദ് ഒരു കാലത്ത് അതിശക്തമായി പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്ന മക്കയിലെ ശിർക്ക് ആരാധനയെ മുഴുവൻ മുഹമ്മദ് സ്വന്തമായി ഏറ്റെടുക്കുകയും ആ ശിർക്ക് മുഹമ്മദിൻ്റെ മതത്തിൽ തന്നെ ഉൾച്ചേർക്കുകയും ചെയ്യുന്ന വിചിത്രമായ കാഴ്ചയും നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. മുഹമ്മദ് 300-ൽ പരം വിഗ്രഹങ്ങൾ വെച്ചിട്ടുള്ള മക്കയിലെ വിഗ്രഹാരാധനാ കേന്ദ്രമായിരുന്ന കാബ എന്ന ക്ഷേത്രത്തിൽ പോയി അവിടെ തീർത്ഥാടനം നടത്താനും അവിടെ ആരാധന നടത്താനും വേണ്ടി പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന് ഒരു കള്ളക്കഥ ആദ്യം മെനഞ്ഞുണ്ടാക്കി. അങ്ങനെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി മുഹമ്മദ് അനുയായികളെ ഒരുക്കുകയും 1400 പേരെയും കൂട്ടി അത്യാവശ്യം വേണ്ട ആയുധങ്ങളും കയ്യിൽ വെച്ചുകൊണ്ട് മക്കയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. അങ്ങനെ മുഹമ്മദും 1400 പേരും വാളും കൊണ്ട് മക്കയിലേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി മക്കക്കാർ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ നടത്തി. അവർ മുഹമ്മദ് ഒരു അക്രമത്തിനാണ് വരുന്നത് എന്ന് സ്വാഭാവികമായിട്ടും കരുതി. കാരണം മുഹമ്മദ് ഇതുവരെ നടത്തിയിട്ടുള്ള അക്രമങ്ങളെല്ലാം അങ്ങനെ ആയിരുന്നു. മദീനയിൽ ഇനി തൊട്ടടുത്തുള്ള ഒരു ഗോത്രവും ബാക്കിയില്ല. എല്ലാ ഗോത്രങ്ങളെയും മുഹമ്മദ് കൊള്ളയടിച്ച് കീഴടക്കിയിട്ടുണ്ട്. അങ്ങനെ കീഴടക്കപ്പെട്ട ആളുകളെയും അടിമകളായി പിടിച്ച ആളുകളെയും ഒക്കെ കൂടെ ചേർത്തുകൊണ്ടാണ് മുഹമ്മദ് അടുത്ത ഗോത്രത്തിന് നേരെ മാർച്ച് ചെയ്യുക. അങ്ങനെ ഓരോ ഗോത്രം കീഴടങ്ങുമ്പോഴും മുഹമ്മദിൻ്റെ സൈനിക സംഘത്തിലെ അംഗബലം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ വലിയൊരു സൈനിക സംഘത്തെയും കൊണ്ട് മുഹമ്മദ് മക്കയിലേക്ക് പുറപ്പെടുകയാണ്. മുഹമ്മദ് പറഞ്ഞത് നമ്മൾ അവിടെ പോയിട്ട് ഉംറ ചെയ്യും എന്നാണ്. ഉംറ എന്ന് പറഞ്ഞാൽ ഹജ്ജ് സീസണിലല്ലാതെ അവിടെ നടത്തുന്ന ആരാധനാകർമ്മങ്ങൾ, തീർത്ഥാടന കർമ്മത്തിനാണ് ഉംറ എന്ന് പറയുന്നത്. ആ ഉംറയ്ക്കാണ് ഞങ്ങൾ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് ഈ 1400 പേരെയും കൂട്ടിയിട്ട് മക്കയിലേക്ക് പോകുന്നത്. തീർത്ഥാടനത്തിനാണ് എന്ന് നാട്ടുകാരെയും കൂടെയുള്ളവരെയും മക്കക്കാരെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മുഹമ്മദും സംഘവും ഇഹ്റാം കെട്ടിയിട്ടാണ് ഈ യാത്ര പോകുന്നത്. ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് നമ്മൾ മാലയിടുന്നത് പോലെ ഹജ്ജിന് പോകുന്നവരും ഉംറയ്ക്ക് പോകുന്നവരും വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കൂട്ടിത്തുന്നാത്ത തുണി പുതച്ചുകൊണ്ട് നടത്തുന്ന ഒരു കർമ്മമാണ്. ആ ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് പ്രത്യേക വേഷം ധരിച്ചുകൊണ്ട് പോകുമ്പോൾ അത് തീർത്ഥാടനത്തിനാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കും. അതുപോലെ തന്നെ അവിടെ ബലിയെറുക്കാനുള്ള ബലിമൃഗങ്ങളെയും ഒക്കെ ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകും. അങ്ങനെ ബലിയെറുക്കാനുള്ള ഒട്ടകങ്ങളെയും ഒക്കെ കൂട്ടി ഇഹ്റാം കെട്ടിക്കൊണ്ടാണ് മുഹമ്മദും സംഘവും ഉംറയ്ക്കായി മക്കയിലേക്ക് പുറപ്പെടുന്നത്. മക്കക്കാരുടെ നിലപാട് എന്തായിരിക്കും, അവരെ പ്രതികരണം എന്തായിരിക്കും എന്നറിയാൻ മുഹമ്മദ് ചില ചാരന്മാരെ മുൻകൂട്ടി അങ്ങോട്ട് അയക്കുകയും ചെയ്തു. ചാരന്മാരവിടെ പോയിട്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞു വന്നിട്ട് മുഹമ്മദിനോട് പറഞ്ഞു, മക്കയിലേക്ക് കടക്കാൻ അവർ അനുവദിക്കുകയില്ല, അവർ ശക്തമായി നേരിടാനുള്ള ഒരുക്കങ്ങളുമായിട്ടാണ് അവിടെ നിൽക്കുന്നത്, ഒരിക്കലും അവരുടെ സമ്മതത്തോടു കൂടി അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന റിപ്പോർട്ടാണ് മുഹമ്മദിന് ചാരന്മാർ കൊണ്ടുകൊടുത്തത്. അതോടുകൂടി മുഹമ്മദ് നേരിട്ട് അങ്ങോട്ട് കടക്കുന്നതിന് പകരം കുറച്ച് ദൂരെ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കൂട്ടത്തെ കൊണ്ടുപോയിട്ട് താവളമടിച്ചു. എന്നിട്ട് ഈ താവളമടിച്ച കാര്യം മക്കയിൽ നിന്ന് അറിഞ്ഞ ആളുകൾ പലരും, മുഹമ്മദുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടായിരുന്ന മക്കക്കാരിൽ പലരും മുഹമ്മദുമായിട്ട് സംസാരിക്കാനായി അവിടെ വന്നു. അതിൽ ആദ്യം തായിഫിലെയും മക്കയിലെയും കുടുംബ ബന്ധമുണ്ടായിരുന്ന ഉർവത്ത് എന്ന് പറയുന്ന ആൾ വന്നു. അയാൾ വന്നിട്ട് മുഹമ്മദിനോട് സംസാരിച്ചു. മുഹമ്മദിനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയാൽ ഒരിക്കലും അവർ നിങ്ങളെ ഉംറ ചെയ്യാൻ അനുവദിക്കില്ല, അവരുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും. ആ യുദ്ധത്തിൽ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ മുഴുവൻ കൊന്നൊടുക്കി എന്നുള്ള കേസ് നിങ്ങളുടെ പേരിൽ വരും, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അതല്ല, ആ യുദ്ധത്തിൽ അവരാണ് വിജയിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങളും നിങ്ങളുടെ മതവും ഒന്നും ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് എങ്ങനെയായാലും നിങ്ങൾ യുദ്ധത്തിന് പോകുന്നത് നിങ്ങൾക്ക് നഷ്ടക്കച്ചവടമാണ് എന്ന് ഈ ഉർവത്ത് മുഹമ്മദിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേഷ്യം പിടിച്ച അബൂബക്കർ ഉർവത്തിനെ പൂരത്തെറി പറഞ്ഞു. നീ പോയിട്ട് നിൻ്റെ ലാത്തയുടെ യോനി നക്കട എന്നാണ് ആ സമയത്ത് അബൂബക്കർ വിളിച്ചു പറയുന്നത്. ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത്രയും വൃത്തികെട്ട തെറി പറഞ്ഞിട്ടും ഉർവത്ത് അബൂബക്കറിനോട് തിരിച്ചൊന്നും പറയുകയോ പ്രതികരിക്കുകയോ ചെയ്യാതെ അവിടുന്ന് പോകുന്നു. അതിന് കാരണമായിട്ട് പറയുന്നത് അബൂബക്കർ മുമ്പ് ഈ ഉർവത്തിനെ പല സന്ദർഭങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. അയാൾക്ക് ഒട്ടകങ്ങളെ കടം കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ബാധ്യത ഉള്ളതുകൊണ്ട് ആണ് അബൂബക്കർ ഇത്രയും വലിയ തെറി പറഞ്ഞിട്ടും തിരിച്ചൊന്നും പറയാതിരുന്നത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഉസ്മാനെയും ഒരു 10 പേരെയും കൂടെ മുഹമ്മദ് മക്കയിലേക്ക് അയക്കുകയാണ്.
അവിടെ കത്തുമായിട്ട് അയക്കുകയാണ്. എന്നിട്ട് മക്കക്കാരോട് തങ്ങളിവിടെ വന്നിട്ടുള്ളത് യുദ്ധം ചെയ്യാനല്ല, നിങ്ങളെ ആക്രമിക്കാനല്ല, ഞങ്ങൾ ഉംറ ചെയ്തിട്ട് മടങ്ങിപ്പോകും, ഞങ്ങൾക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ മാത്രം ചെയ്തു തന്നാൽ മതി എന്ന സന്ദേശം മക്കക്കാരിൽ എത്തിക്കാനും അത് ചർച്ച ചെയ്യാനുമാണ് ഉസ്മാനെയും 10 പേരെയും കൂടെ മുഹമ്മദ് അങ്ങോട്ട് അയച്ചത്. പക്ഷേ ഉസ്മാൻ അവിടെ പോയിട്ട് മക്കയിലെ ഖുറൈശി പ്രമാണിമാരുമായിട്ട് ഈ കാര്യം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അതെന്തായാലും ഞങ്ങൾ ഇത്തവണ സമ്മതിക്കില്ല, മുഹമ്മദിനോടും കൂട്ടരോടും മടങ്ങിപ്പോവാൻ പറയൂ. ഇനി അങ്ങനെ ഉംറ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉസ്മാൻ വേണമെങ്കിൽ ഇപ്പോൾ ഉംറ ചെയ്തിട്ട് തിരിച്ചു പോയിക്കോ, ഉസ്മാൻ്റെ കൂടെ വന്ന ഈ 10 പേരും വേണമെങ്കിൽ ഉംറ ചെയ്തോളൂ, അല്ലാതെ മുഹമ്മദിനെയും ഈ 1400 പേരെയും ഉംറ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അവർ കട്ടായം പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് മാത്രമായിട്ട് ഉംറ ചെയ്യേണ്ട, നബിയും നബിയോടൊപ്പം ഉള്ളവരും എല്ലാവരും കൂടെ ഉംറ ചെയ്യുകയാണെങ്കിൽ ഞാനും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് അവരുമായിട്ട് വഴക്കുണ്ടാക്കി. ആ വഴക്കിനെ തുടർന്ന് ഉസ്മാനെ അവർ താൽക്കാലികമായിട്ട് തടഞ്ഞു വെച്ചു. ഉസ്മാനെയും ഈ 10 പേരെയും തടഞ്ഞു വെച്ചു. അങ്ങനെ തടഞ്ഞു വെച്ചിട്ട് മുഹമ്മദിനും സംഘത്തിനും തെറ്റായ ചില വിവരങ്ങളാണ്, ചില റൂമറുകളാണ് കിട്ടിയത്. അതനുസരിച്ച് ഉസ്മാനും 10 പേരും മക്കക്കാരാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പുറത്ത് വന്ന വിവരം. അങ്ങനെ ഉസ്മാനെയും സംഘത്തെയും മക്കക്കാർ കൊല ചെയ്തു എന്നറിഞ്ഞതോടുകൂടി മുഹമ്മദും മുഹമ്മദിൻ്റെ കൂടെയുള്ളവരും വല്ലാതെ പ്രകോപിതരാവുകയും അവരെല്ലാവരും മുഹമ്മദിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഒരു ഇലന്തമരത്തിൻ്റെ ചോട്ടിൽ വെച്ച് നടത്തിയ ആ പ്രതിജ്ഞയാണ് റിളുവാൻ പ്രതിജ്ഞ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഈ 1400 പേരും മുഹമ്മദിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉസ്മാൻ്റെ രക്തത്തിന് പകരം വീട്ടാൻ ഞങ്ങളിതാ ഇപ്പം തന്നെ തയ്യാറാണ്, ഉള്ള ആയുധവും വെച്ചിട്ട് നമ്മൾ പോയിട്ട് അവരുമായിട്ട് ഏറ്റുമുട്ടുമെന്നും പകരം വീട്ടുമെന്നും മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പ്രതിജ്ഞ ചെയ്തു. ആ പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ വക ഒരു ആയത്തും ഇറങ്ങി. ആ ആയത്ത് ഇങ്ങനെയായിരുന്നു: ഇലന്തമരത്തിൻ്റെ ചോട്ടിൽ വെച്ച് നിങ്ങൾ നടത്തിയ ഈ പ്രതിജ്ഞയിൽ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആയത്തൊക്കെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തടവിൽ നിന്ന് മോചിതനായിട്ട് ഉസ്മാനും ഉസ്മാൻ്റെ കൂടെ പോയ 10 പേരും തിരിച്ചു വന്നു. അധികം താമസിയാതെ തന്നെ ഉസ്മാനും കൂട്ടരും തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴാണ് പ്രതിജ്ഞ ചെയ്തതും ആയത്തിറങ്ങിയതും ഒക്കെ കോമഡിയായിട്ട് മാറിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന് നിരവധി അമളികൾ പറ്റിയിട്ടുണ്ട്. സർവജ്ഞാനിയായ അള്ളാഹു ഉസ്മാനെയും കൂട്ടരെയും കൊന്നു എന്ന തെറ്റിദ്ധാരണയുടെ പേരിൽ നടത്തിയ ഈ പ്രതിജ്ഞയ്ക്ക് ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾ സർവജ്ഞാനിയല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹു ആ സമയത്ത് സർവജ്ഞാനി ആയിരുന്നെങ്കിൽ ആയത്തിറക്കേണ്ടിയിരുന്നത് എന്താണ്? നിങ്ങളിങ്ങനെ പ്രതിജ്ഞയൊന്നും ചെയ്യേണ്ട മക്കളെ, ഉസ്മാനൊന്നും അവർ കൊന്നിട്ടില്ല, ഉസ്മാൻ ഇപ്പോൾ വരും എന്നല്ലേ പറയേണ്ടിയിരുന്നത്. ഒരു വിളിപ്പാടാകലെ ഉസ്മാനും 10 പേരും തിരിച്ചു വരുന്നു എന്ന വിവരം അറിയാൻ ആ അലന്തമരത്തിൻ്റെ മുകളിലൊന്ന് കയറിയിട്ട് കുറച്ച് ദൂരേക്ക് നോക്കിയാൽ മതിയായിരുന്നു സർവജ്ഞാനിയായ അള്ളാഹുവിന്. പക്ഷേ അള്ളാഹുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ തന്നെ ഉസ്മാൻ കൊല്ലപ്പെട്ടു എന്ന് തെറ്റിദ്ധരിക്കുകയും ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ആയത്തിറക്കി ഇളിഭ്യനാവുകയും ചെയ്തു. ഇങ്ങനെ നിരവധി തവണ ഈ ഖുർആൻ ആയത്തുകൾ ഇറക്കിക്കൊണ്ട് അള്ളാഹു സർവജ്ഞാനിയായ അള്ളാഹു ഇളിഭ്യനായ ചരിത്രം നമുക്ക് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പലയിടത്തും വായിച്ച് ചിരിക്കാൻ കഴിയും. ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ഈ ഖുർആൻ വാക്യത്തിൻ്റെ പശ്ചാത്തലവും അത് തന്നെയാണ്. അതും മറ്റൊരു അമളിയാണ്. അത് ഞാൻ ആ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ പറയാം. അങ്ങനെ ഉസ്മാനൊക്കെ തിരിച്ചു വന്നതിന് ശേഷം പിന്നെയും മക്കയിൽ നിന്ന് ചില ആളുകൾ അവരുടെ അടുത്ത് എത്തുകയും ഇവരുമായിട്ട് ഒരു സന്ധി സംഭാഷണം നടത്തുകയും ചെയ്തു. മക്കക്കാർ മുഹമ്മദിൻ്റെ മുമ്പിൽ ചില വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് ഒരു സന്ധിക്ക് തയ്യാറാവാൻ ആവശ്യപ്പെട്ടു. ആ സന്ധിയുടെ വ്യവസ്ഥകൾ എന്തായിരുന്നു എന്ന് ഞാൻ സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ 420-ാമത്തെ പേജിൽ നിന്നും ഞാൻ ആ സംഭവം വായിക്കാം. ഖുറൈശികൾ സമാധാന സന്ധിക്കായി സുഹൈലിനെ തിരുമേനിയുടെ അടുക്കലേക്ക് നിയോഗിച്ചു എന്ന് പറഞ്ഞുവല്ലോ. അടുത്ത വർഷം സമാധാനപൂർവ്വം ഉംറ നിർവഹിക്കുവാൻ അനുവദിക്കാമെന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ഇത്തവണ ഉംറ ചെയ്യാതെ മദീനയിലേക്ക് തിരുമേനിയും സഹാബികളും തിരിച്ചു പോകണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. തിരുമേനിയും സുഹൈലും തമ്മിൽ നടന്ന സംഭാഷണം ഒരു തവണ അലസിപ്പിരിഞ്ഞു. ഖുറൈശികൾ രണ്ടാമതും സുഹൈലിനെ നിയോഗിച്ചു. ഇത്തവണ താഴെ കാണുന്ന നിബന്ധനകൾ തിരുമേനിയുടെ മുമ്പിൽ സുഹൈൽ സമർപ്പിച്ചു. 1. ഇത്തവണ ഉംറ ചെയ്യാതെ താങ്കൾ തിരിച്ചു പോകുന്ന പക്ഷം അടുത്ത വർഷം ഉംറയ്ക്കും തവാഫിനും മറ്റുമായി 3 ദിവസത്തേക്ക് മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരാം. ഈ നിബന്ധന തിരുമേനി സ്വീകരിച്ചു. 2. അടുത്ത 10 സംവത്സരക്കാലം നാം തമ്മിൽ യുദ്ധം ചെയ്യരുത്.
ഈ 10 സംവത്സരക്കാലം ഞങ്ങളും നിങ്ങളും സൗഹാർദ്ദപൂർവ്വം കഴിഞ്ഞുകൂടണം. ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രാ സ്വാതന്ത്ര്യം അനുവദിക്കണം. തിരുമേനി ആ നിബന്ധനയും സ്വീകരിച്ചു. 3. ഞങ്ങളുടെ പക്ഷത്തു നിന്ന് വല്ലവരും നിങ്ങളുടെ പക്ഷത്ത് വന്നാൽ അവനെ നിരുപാധികമായി ഞങ്ങൾക്ക് വിട്ടുതരേണം. ഏകപക്ഷീയമായ ഈ നിബന്ധനയെ ഉമർ ഫാറൂഖ് ശക്തിയായി എതിർത്തു. നമ്മുടെ നബി അള്ളാഹുവിൻ്റെ റസൂലും നാം അവിടുത്തെ അനുയായികളും എതിർപക്ഷം അള്ളാഹുവിൻ്റെ ശത്രുക്കളുമാണെന്നിരിക്കെ നമ്മുടെ ദീനിന് ക്ഷീണകരവും ഏകപക്ഷീയവുമായ ഈ നിബന്ധന തിരുമേനി സ്വീകരിച്ചതിൻ്റെ അർത്ഥമെന്തെന്ന് അദ്ദേഹം അബൂബക്കറിനോട് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഉമറേ, തിരുമേനി അള്ളാഹുവിൻ്റെ റസൂലാണ്. അവിടുന്ന് ആരോടും ശത്രുത കാണിക്കുകയില്ല. താങ്കൾ മരണം വരെ തിരുമേനിയെ മുറുകെ പിടിച്ചുകൊള്ളുക. ഈ മറുപടി ഉമറിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയില്ല. അദ്ദേഹം തിരുമേനിയെ തന്നെ സമീപിക്കുകയും തൻ്റെ അഭിപ്രായം തിരുമേനിയെ കേൾപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഉമറും അബൂബക്കറും തമ്മിലൊക്കെയുള്ള കുറേ വഴക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ അബൂബക്കർ മാത്രമാണ് ഈ കാര്യങ്ങളുടെ എല്ലാം പൊരുൾ കൃത്യമായി മനസ്സിലാക്കി മുഹമ്മദിൻ്റെ കൂടെ നിൽക്കുന്നത്. ബാക്കിയുണ്ടായിരുന്ന ഉമർ ഉൾപ്പെടെയുള്ള എല്ലാ അനുയായികൾക്കും ഇതിൻ്റെ പൊരുൾ തിരിയാത്തതുകൊണ്ട് അവരെല്ലാവരും വല്ലാതെ ആശ്ചര്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇത്രയും ഏകപക്ഷീയമായ ഒരു കരാറിന് നബി അനുവാദം നൽകിയത് എന്ന് അവർക്കൊന്നും മനസ്സിലായില്ല. കാരണം അതിൽ പറയുന്നത് 10 കൊല്ലത്തേക്ക് നിങ്ങളും ഞങ്ങളും തമ്മിൽ യാതൊരു തരത്തിലുള്ള സംഘർഷവും ഉണ്ടാകാൻ പാടില്ല. നമ്മളുടെ യാത്രയ്ക്ക് നിങ്ങൾ ആരും തടസ്സം ചെയ്യരുത്. ഞങ്ങൾ കച്ചവടത്തിന് പോകുമ്പോൾ അതിനെ തടയരുത്. നിങ്ങൾക്ക് അങ്ങോട്ടും ഞങ്ങൾക്ക് ഇങ്ങോട്ടും ഒക്കെ വരാം. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. 10 വർഷത്തേക്ക് യുദ്ധമില്ലാത്ത, അക്രമമില്ലാത്ത സമാധാനത്തിൻ്റെ കരാറാണ് അവർ ഒപ്പുവെക്കാൻ കൊണ്ടുവന്നത്. മറ്റൊന്ന്, അടുത്ത വർഷം ഉംറയ്ക്ക് വന്നാൽ ഞങ്ങൾ 3 ദിവസം ഈ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാം. നിങ്ങൾ 3 ദിവസം ഇവിടെ നിങ്ങൾക്ക് വേണ്ട ആചാരങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോകാം. അതിനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരാം. ഇതായിരുന്നു അതിലെ ആദ്യത്തെ വ്യവസ്ഥ. രണ്ടാമത്തെ വ്യവസ്ഥ 10 വർഷത്തേക്കുള്ള നിരായുധീകരണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വ്യവസ്ഥയായിരുന്നു. മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ, അവർ മതം മാറി ഇസ്ലാം സ്വീകരിച്ച് വന്നാലും അവരെ അവിടെ സ്വീകരിക്കാൻ പാടില്ല, അവരെ തിരിച്ചയക്കണം എന്നതായിരുന്നു മൂന്നാമത്തെ വ്യവസ്ഥ. കാരണം മുഹമ്മദ് ഇവിടുന്ന് ഇങ്ങനെ ആളുകളെ അങ്ങോട്ട് മതം മാറ്റി കൊണ്ടുപോകുന്നത് മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയാണ് എന്നവർ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വ്യവസ്ഥ കൂടി വെച്ചത്. ഈ 3 വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ട് മുഹമ്മദ് ആ കരാറ് സ്വീകരിക്കുകയാണ് ചെയ്തത്. ആ കരാറ് ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമത്തിൻ്റെ ഇടയിലും ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് മുഹമ്മദ്, ആശ്ചര്യകരമായ വിട്ടുവീഴ്ചകൾക്ക് മുഹമ്മദ് തയ്യാറാവുന്നുണ്ട്. അത് കണ്ടിട്ടും ഉമർ വല്ലാതെ ദേഷ്യപ്പെടുന്നു. എല്ലാവർക്കും ഭയങ്കര ആശ്ചര്യം വരുന്നു. കാരണം ഈ കരാറ് എഴുതുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വാക്ക് അവർ സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് റസൂല് ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലല്ലോ. അതുകൊണ്ട് മുഹമ്മദ് ബിനു അബ്ദുള്ള എന്ന് എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ മുഹമ്മദ് അതും സമ്മതിച്ചു. അള്ളാൻ്റെ റസൂൽ എന്ന് എഴുതുന്നതിന് പകരം അബ്ദുള്ളാൻ്റെ മകൻ മുഹമ്മദ് എന്ന് എഴുതിക്കൊണ്ടാണ് കരാർ ആരംഭിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നിടത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ വേണ്ട, റഹ്മാനും റഹീമും ഒന്നും ഞങ്ങൾക്ക് പരിചയമില്ല, അള്ളാഹുവിൻ്റെ പേരിൽ നിന്ന് മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് അതും സമ്മതിച്ചു. ഇങ്ങനെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും തന്നെ എതിരായ പല വ്യവസ്ഥകളും മുഹമ്മദ് വളരെയധികം വിട്ടുവീഴ്ച ചെയ്ത് അംഗീകരിച്ചുകൊണ്ടാണ് ഈ കരാർ എഴുതി ഒപ്പിടുന്നത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വല്ലാതെ സംശയിച്ചു. പക്ഷേ അബൂബക്കറിന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന് ഈ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചാൽ അതിൻ്റെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ കുറച്ച് ഭാഗങ്ങൾ കൂടി വായിച്ച് കേൾപ്പിക്കാം. ഈ ഉടമ്പടി മുസ്ലിങ്ങൾക്ക് ഗുണകരമാണെന്ന് അള്ളാഹു അറിയിച്ചതുകൊണ്ടാണ് തിരുമേനി ഉടമ്പടിക്ക് സന്നദ്ധനായതും എതിർപക്ഷക്കാർക്ക് വേണ്ടി സുഹൈൽ ഉന്നയിച്ച നിബന്ധനകളെല്ലാം തന്നെ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചതും. യാതൊരു ഭിന്നാഭിപ്രായവും പ്രകടിപ്പിക്കാതെ ആ സമാധാന സന്ധിയെ അപ്പടി സ്വീകരിച്ച ഏക വ്യക്തി അബൂബക്കർ സിദ്ദീഖ് മാത്രമാകുന്നു. അദ്ദേഹം മാത്രമേ തിരുമേനിയുടെ അന്തരംഗം പൂർണ്ണമായി ഗ്രഹിച്ചിരുന്നുള്ളൂ. അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച ഒന്നും തന്നെ അബൂബക്കറിൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ പകർന്നു കൊടുക്കാതിരുന്നിട്ടില്ല. അപ്പോൾ തിരുമേനിയുടെ അന്തരംഗം എന്താണ് എന്ന് അബൂബക്കറിന് മൂപ്പര് പകർന്നു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അബൂബക്കറിന് ഇതിൽ യാതൊരു ബുദ്ധിമുട്ടും തോന്നാതിരുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഇത് വലിയ അതിശയം തോന്നാൻ കാരണം മുഹമ്മദിൻ്റെ അന്തരംഗത്തിലുള്ള ചതി എന്താണ് എന്നും
ഈ കരാറ് എന്തിനു വേണ്ടിയാണ് മുഹമ്മദ് ഒപ്പിടുന്നത് എന്നും മറ്റുള്ളവർക്കൊന്നും മനസ്സിലായിരുന്നില്ല. അത് മുഹമ്മദിനും അബൂബക്കറിനും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇതാണ് വളരെ കൃത്യമായിട്ട് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ബൈഅത്തുർ റിദ്വാൻ, അള്ളാഹുവിന് അമളി പറ്റിയ ഈ റിദ്വാൻ പ്രതിജ്ഞയുടെ വിശദാംശങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ വായിച്ചു കേൾപ്പിക്കാം. ബൈഅത്തുർ റിദ്വാൻ. അതിലിടക്ക് മക്കയിലുള്ള ചില പ്രമാണിമാർക്ക് കൊടുപ്പാനുള്ള കത്തുമായി തിരുമേനി ഉസ്മാനെ മക്കയിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹത്തോടൊപ്പം 10 സഹാബിമാരെയും നിയോഗിച്ചു. തങ്ങൾ യുദ്ധത്തിന് വന്നതല്ലെന്നും ഉംറക്ക് മാത്രം വന്നതാണെന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. മക്കക്കാർ കത്ത് വായിച്ചു. മുഹമ്മദിനെ ഇങ്ങോട്ട് കടപ്പാൻ അനുവദിക്കുകയില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു. താങ്കൾ തവാഫ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തടയുകയില്ലെന്ന് അവർ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. റസൂൽ തവാഫ് ചെയ്യാതെ ഞാൻ തവാഫ് ചെയ്യുകയില്ല എന്ന് ഉസ്മാൻ പറഞ്ഞപ്പോൾ ഖുറൈശികൾ ക്രോധിക്കുകയും അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. ഉസ്മാനും അദ്ദേഹത്തോടൊപ്പമുള്ള 10 സഹാബിമാരും കൊല്ലപ്പെട്ടു എന്ന ഒരു കിംവദന്തി നാട്ടിലെങ്ങും ശത്രുക്കൾ പ്രചരിപ്പിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാനായി സഹാബിമാർക്ക് ആഹ്വാനം നൽകുവാനും ഒന്നുകിൽ മക്കം ജയിച്ചടക്കുകയോ അല്ലെങ്കിൽ വീരമൃത്യു അടയുകയോ ചെയ്യുകയല്ലാതെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യിപ്പാനും തിരുമേനി ഉമർ ഫാറൂഖിന് നിർദ്ദേശം നൽകി. ഒരു ഇലന്ത മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് സഹാബികളെല്ലാവരും കൈയടിച്ചുകൊണ്ട് മേൽപ്രകാരം പ്രതിജ്ഞ ചെയ്തു. ഈ ഉടമ്പടിക്ക് അള്ളാഹുവിൻ്റെ ഉടമ്പടി എന്ന അർത്ഥമുള്ള ബൈഅത്തുർ റിദ്വാൻ എന്നു പേർ. ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ കൈയടിച്ചുകൊണ്ട് ചെയ്ത ഉടമ്പടി അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് അള്ളാഹു കൽപ്പിച്ചു. ഇതാണ് ഖുർആനിലെ ആ കോമഡി ആയത്ത്. മാത്രമല്ല ഇവിടെ അള്ളാഹു കുറേ ആയത്തുകൾ പിന്നെ ഇറക്കുന്നുണ്ട്. ആ ആയത്തുകളിൽ നിങ്ങൾക്ക് ഉടൻ വിജയം ലഭിക്കും എന്ന മുന്നറിയിപ്പൊക്കെ അള്ളാഹു നൽകുന്നുണ്ട്. 10 കൊല്ലത്തേക്ക് സമാധാന കരാറുണ്ടാക്കിയത് ഒരു ചതിയായിരുന്നു എന്നും ആ കരാറിന് പുല്ല് വില പോലും മുഹമ്മദ് കൽപ്പിച്ചിരുന്നില്ല എന്നതിനും ഒരുപാട് തെളിവുകൾ ഈ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഖുർആൻ വാക്യങ്ങളിലും അതിൻ്റെ തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാം. മുഹമ്മദ് മക്കക്കാരെ ചതിക്കാൻ വേണ്ടിയായിരുന്നു മക്കക്കാരുടെ ഈ നിർദ്ദേശങ്ങൾ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് വലിയ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഈ കരാർ ഒപ്പിട്ടത്. ആ കരാറിന് മുഹമ്മദ് പുല്ല് വില കൽപ്പിച്ചിരുന്നില്ല എന്നതിന് കരാറിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് ഈ കരാർ ലംഘിക്കുന്ന കാഴ്ചയും നമുക്ക് പിന്നീട് കാണാം. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയാം. ഉസ്മാൻ്റെ ഒരു ഉമ്മയിലൊത്ത സഹോദരി, അതായത് ഉസ്മാൻ്റെ വാപ്പാക്കല്ലാതെ ഉസ്മാൻ്റെ ഉമ്മ പ്രസവിച്ച ഒരു സഹോദരി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഈ സംഘം മടങ്ങുന്ന കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ അതിന് തൊട്ട് പിന്നാലെ തന്നെ മദീനയിലേക്ക് പോയി. മദീനയിൽ ചെന്ന ഉടനെ അവരുടെ 2 സഹോദരന്മാർ അവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് ചെന്നു. കരാർ അനുസരിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന ആരെയും മദീനയിൽ പാർപ്പിക്കാൻ പാടില്ല, അവരെയൊക്കെ തിരിച്ചയക്കണം എന്നാണ് വ്യവസ്ഥ. ആ വ്യവസ്ഥ അനുസരിച്ച് ഈ സ്ത്രീയെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ സ്ത്രീയുടെ 2 സഹോദരന്മാർ മദീനയിൽ മുഹമ്മദിനെ സമീപിച്ചു. ഈ കരാർ ഒപ്പിട്ടിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പാണ് ഈ സംഭവം. പക്ഷേ മുഹമ്മദ് ആ സ്ത്രീയെ വിട്ടുകൊടുത്തില്ല. എന്ന് മാത്രമല്ല, ഈ കരാറ് പെണ്ണുങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരായത്ത് അങ്ങോട്ട് ഇറക്കുകയും ചെയ്തു. ആ ആയത്ത് 60-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യമായിട്ട് ഖുർആനിലുണ്ട്. ഞാൻ അതും കൂടെ വായിച്ച് കേൾപ്പിക്കാം. വിശ്വാസികളെ, വിശ്വാസിനികളായ സ്ത്രീകൾ അഭയാർത്ഥികളായിക്കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അവരെ പരീക്ഷിച്ച് നോക്കണം. അവരുടെ വിശ്വാസത്തെപ്പറ്റി അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. എന്നിട്ട് അവർ വിശ്വാസിനികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ കാഫറുകളുടെ അടുത്തേക്ക് മടക്കി അയക്കരുത്. ആ സ്ത്രീകൾ അവർക്ക് അനുവദനീയമല്ല. അവർക്ക് അവർ ചെലവഴിച്ചത് നിങ്ങൾ നൽകുകയും വേണം. ആ സ്ത്രീകൾക്ക് അവരുടെ പ്രതിഫലങ്ങൾ നിങ്ങൾ കൊടുത്താൽ അവരെ നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമില്ല. അവിശ്വാസിനികളുമായുള്ള ബന്ധം നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ചെലവഴിച്ചതെന്തോ അത് നിങ്ങൾ ചോദിച്ചു കൊള്ളുക. അവർ ചെലവഴിച്ചതെന്തോ അത് അവരും ചോദിച്ചു കൊള്ളട്ടെ. അതാണ് അള്ളാഹുവിൻ്റെ വിധി. അവൻ നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നു. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. 60-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യമാണ് ഇത്. ഇതിൻ്റെ സന്ദർഭമായിട്ട് പറയുന്നത് ഈ സംഭവമാണ്. അപ്പോൾ ഒരു സ്ത്രീ മദീനയിലേക്ക് ചെന്ന ഉടനെ തന്നെ അവരെ തിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ സഹോദരന്മാർ മുഹമ്മദിനെ സമീപിച്ചപ്പോൾ
ഈ കരാർ സ്ത്രീകൾക്ക് ബാധകമല്ല എന്നൊരു ഉഡായിപ്പ് ആയത്തിറക്കിക്കൊണ്ട് ആ സ്ത്രീയെ അവിടെ പിടിച്ചു വെക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. അങ്ങനെ കരാർ ഒപ്പിട്ട മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് കരാർ ലംഘിച്ചു എന്നർത്ഥം. തീർന്നില്ല, മുഹമ്മദ് പിന്നെയും കരാർ ലംഘിക്കുന്നതിൻ്റെ ചില ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. മുഹമ്മദും മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഈ കരാർ എങ്ങനെയാണ് ലംഘിക്കുന്നത് എന്ന് ഇനി ഞാൻ വായിക്കാം. ഇസ്ലാം മതം വിശ്വസിച്ചത് മൂലം ബന്ധനസ്ഥനാക്കപ്പെട്ട നിലയിൽ കുറേ കാലമായി തീവ്രയാതനകൾ അനുഭവിച്ചു പോരുകയായിരുന്നു അബൂ ബസീർ. ഏതോ വിധത്തിൽ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു മദീനയിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തെ മക്കയിലേക്ക് തിരിച്ചയപ്പാൻ ആവശ്യപ്പെടുന്ന ഒരു കത്തോടുകൂടി കുനൈസുലാമിരി എന്ന ആളെയും ഒരു ഭൃത്യനെയും ഖുറൈശികൾ മദീനയിലേക്ക് പറഞ്ഞയച്ചു. കരാർ അനുസരിച്ച് ആ സഹാബിയെ മക്കയിലേക്ക് തിരിച്ചയക്കാതിരിപ്പാൻ തിരുമേനിക്ക് നിർവാഹമുണ്ടായിരുന്നില്ല. താങ്കൾക്കും മക്കയിൽ താങ്കളെപ്പോലെ ക്ലേശിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന മുസ്ലിങ്ങൾക്കും കാലവിളംബമന്യേ വിജയം ലഭിക്കുമെന്നും ദുഃഖിക്കാതിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് തിരുമേനി അബൂ ബസീറിനെ കുനൈസുല്ലാമിരിയുടെ കൂടെ മക്കയിലേക്ക് തിരിച്ചയച്ചു. ഈ വാചകം ശ്രദ്ധിക്കുക. 10 കൊല്ലത്തേക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് കരാർ ഒപ്പിട്ട് വന്ന ആളാണ് ഈ പറയുന്നത്. താങ്കൾക്കും മക്കയിൽ താങ്കളെപ്പോലെ ക്ലേശിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന മുസ്ലിങ്ങൾക്കും കാലവിളംബമന്യേ വിജയം ലഭിക്കുമെന്നും ദുഃഖിക്കാതിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് തിരുമേനി അബൂ ബസീറിനെ തിരിച്ചയച്ചു. അപ്പോൾ തിരുമേനിയുടെ മനസ്സിലുണ്ടായിരുന്ന, അബൂബക്കറിന് അറിയാമായിരുന്ന ആ അന്തരംഗ രഹസ്യം എന്താണ് എന്ന് ഈ വാചകത്തിൽ നിന്ന് നമുക്ക് ശരിക്കും വായിച്ചെടുക്കാം. 10 കൊല്ലം കരാറനുസരിച്ച് സമാധാനം പാലിക്കണം എന്ന് മുഹമ്മദ് ഉദ്ദേശിച്ചിരുന്നില്ല. മറിച്ച് കാലവിളംബം കൂടാതെ തന്നെ മക്ക കീഴടക്കാൻ മുഹമ്മദ് പ്ലാൻ ഇട്ടിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് നീ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല, ഉടനെ തന്നെ നമുക്ക് വിജയം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബസീറിനെ തിരിച്ചയക്കുന്നത്. എന്നിട്ട് തിരിച്ചയച്ച ബഷീർ എന്ത് ചെയ്തു എന്ന് നോക്കുക. ദുൽ ഹുലൈഫത്ത് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അബൂ ബസീർ സൂത്രത്തിൽ കുനൈസുല്ലാമിരിയുടെ വാൾ കരസ്ഥമാക്കുകയും ആ വാൾ കൊണ്ട് തന്നെ കുനൈസിനെ കൊല്ലുകയും ചെയ്തു. കുനൈസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭൃത്യൻ മദീനയിലേക്ക് തന്നെ തിരിച്ചോടുകയും കുനൈസ് കൊല്ലപ്പെട്ട വിവരം തിരുമേനിയെ അറിയിക്കുകയും ചെയ്തു. അപ്പോഴേക്കും അബൂ ബസീറും അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം തിരുമേനിയോട് ഇപ്രകാരം ബോധിപ്പിച്ചു: യാ റസൂലുള്ളാ, കരാർ അനുസരിച്ച് താങ്കൾ പ്രവർത്തിച്ചു. കുനൈസിൻ്റെ വധം എന്നെ സംബന്ധിക്കുന്ന വ്യക്തിപരമായ പ്രശ്നമാണ്. എൻ്റെ വിശ്വാസത്തെ രക്ഷിക്കാൻ ഞാൻ അയാളെ കൊന്നു. ഇനി താങ്കൾ ഇവിടെ നിൽക്കാതെ എവിടേക്കെങ്കിലും പൊയ്ക്കൊള്ളുക എന്ന് തിരുമേനി അദ്ദേഹത്തെ ഉപദേശിച്ചു. അദ്ദേഹം ഷാമിലേക്കുള്ള വഴിയിൽ ഒരിടത്തു താമസമാക്കി. അപ്പോൾ അബൂ ബസീറിനെ തിരിച്ചയച്ചപ്പോൾ അബൂ ബസീർ കൊണ്ടുപോകാൻ വന്ന 2 ആളിൽ ഒരാളെ കൊല്ലുകയും ഒരാൾ അവിടെ നിന്ന് ഓടി വന്ന് നബിയുടെ അടുത്ത് ഇങ്ങനെ കൊന്നു എന്നുള്ള കാര്യം പറയുകയും ചെയ്തു. അപ്പോഴേക്ക് അബൂ ബസീർ തിരിച്ച് വീണ്ടും നബീൻ്റെ അടുത്ത് എത്തുന്നു. എന്നിട്ട് അബൂ ബസീർ പറയുന്നു, ഞാൻ കൊന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, കരാറുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ നബി അവനോട് പറയുന്നു, ഇനി ഇവിടെ നിൽക്കണ്ട, നീ വേറെ എവിടേക്കെങ്കിലും പോയിക്കോ. നോക്കൂ, കരാറ് പാലിക്കുന്ന രീതിയാണിത്. അങ്ങനെ അവന് വേറൊരു സ്ഥലത്ത് പോയിട്ട് താമസമാക്കി. ഷാമിലേക്കുള്ള വഴിയിൽ ഒരിടത്ത് താമസമാക്കി. ഇനി ഷാമിലേക്കുള്ള വഴിയിൽ താമസമാക്കിയിട്ട് ഇവൻ്റെ കൂടെ കൂടിയ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. മക്കയിൽ നിന്ന് ഷാമിലേക്കും ഷാമിൽ നിന്ന് മക്കയിലേക്കും യാത്ര ചെയ്തുകൊണ്ടിരുന്ന മക്കക്കാരുടെ കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ താമസമാക്കിയത്. അബൂ ബസീർ അവിടെ താമസമാക്കിയ വിവരം അറിഞ്ഞപ്പോൾ മക്കയിൽ നിന്ന് 70 പേരടങ്ങിയ ഒരു മുസ്ലിം സംഘം അവിടത്തേക്ക് പുറപ്പെട്ടു. ഗിഫാരി ഗോത്രക്കാരായ ഒരു കൂട്ടം ആളുകൾ ആ സംഘത്തിൽ ചേർന്നു. ഹുദൈബിയയിൽ നിന്ന് ശത്രുക്കൾ തിരികെ കൊണ്ടുപോയ അബൂ ജുന്ദൽ ഇബ്നു സുഹൈൽ ആണ് ആ സംഘത്തിന് നേതൃത്വം നൽകിയത്. ആ സംഘത്തിൻ്റെ അംഗസംഖ്യ 300 തീർന്നു. കണ്ണിൽപ്പെട്ട ഒരു ഖുറൈശിയെയും ആ സംഘത്തിലെ ജനങ്ങൾ വെറുതെ വിട്ടില്ല. ഖുറൈശികളുടെ കച്ചവട സംഘത്തിനു രക്ഷയില്ലെന്നായി. നോക്കൂ, കരാർ ഒപ്പിട്ട് മഷി ഉണങ്ങിയിട്ടില്ല. അതിൻ്റെ ഇടക്കാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഈ അബൂ ബഷീറിനോട് നീ വേറെ എവിടെയെങ്കിലും പോയിക്കോ എന്ന് പറയുമ്പോൾ അവൻ പോകുന്നത് മക്കക്കാർ കച്ചവട സംഘത്തിന് പോകുന്ന വഴിയിലേക്കാണ്. ആ വഴിയിൽ പതുങ്ങിയിരുന്നു കൊണ്ട് കച്ചവട സംഘത്തെ കൊള്ള ചെയ്യാൻ അബൂ ബഷീറും സംഘവും നിരന്തരമായി ശ്രമിച്ചുവെന്നും അതിൻ്റെ ഭാഗമായി മക്കയിൽ നിന്ന് ഒരുപാട് മുസ്ലിങ്ങൾ ഈ സംഘത്തിൽ ചേർന്നുവെന്നും അങ്ങനെ ഖുറൈശികളുടെ കച്ചവട സംഘത്തിന് സ്വൈരമില്ലാത്ത അവസ്ഥ അവിടെ മുസ്ലിങ്ങൾ ഉണ്ടാക്കി എന്നുമാണ് പറയുന്നത്. അപ്പോൾ കരാർ എവിടെ പോയി? കരാറിലെ വ്യവസ്ഥ എവിടെ പോയി? അള്ളാഹുവിൻ്റെ റസൂലും എവിടെ പോയി? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഖുറൈശികളുടെ കച്ചവട സംഘത്തിന് രക്ഷ ഇല്ലാതായി.
തന്നിമിത്തം ഖുറൈശി നേതാക്കൾ തിരുമേനിയെ സമീപിച്ച് വസ്തുതകൾ ഉണർത്തുകയും തങ്ങളുടെ കച്ചവട സംഘങ്ങളെ ഉപദ്രവിക്കാതിരിപ്പാൻ മുസ്ലിങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും മദീനയിൽ ചെല്ലുന്ന മക്കക്കാരെ തങ്ങൾക്ക് വിട്ടുതരണമെന്നുള്ള നിബന്ധന ഹുദൈബിയ കരാറിൽ നിന്ന് നീക്കം ചെയ്തു കൊള്ളാമെന്ന് ബോധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കരാറിലെ 3 വ്യവസ്ഥയിൽ ഒരു വ്യവസ്ഥ ഇവിടെ വെച്ച് തന്നെ പിൻവലിക്കേണ്ടി വന്നു മക്കക്കാർക്ക്. എന്തിനു വേണ്ടി? കച്ചവടത്തിന് പോകാൻ വേണ്ടിയിട്ട്. വ്യവസ്ഥ എന്തായിരുന്നു? കച്ചവടത്തിന് പോകാൻ സ്വൈരം തരണം, മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെ തിരിച്ചയക്കണം, പിന്നെ അടുത്ത കൊല്ലം ഉംറ ചെയ്യാൻ വരാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ നടപ്പിലാക്കണമെങ്കിൽ 3ാമത്തെ വ്യവസ്ഥ റദ്ദ് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയ ഖുറൈശികൾ ആ വ്യവസ്ഥ റദ്ദ് ചെയ്തുകൊണ്ട് മുഹമ്മദിൻ്റെ അടുക്കൽ വന്ന് കാല് പിടിക്കുകയാണ്, ഞങ്ങളുടെ കച്ചവട സംഘത്തെ ആക്രമിക്കരുത് എന്ന്. കാരണം അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഈ കച്ചവടം നടക്കണം. അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന പണിയാണ് മുഹമ്മദിൻ്റെ അനുയായികൾ ചെയ്തുകൊണ്ടിരുന്നത്. കരാർ ഒപ്പിട്ട് മഷി ഉണങ്ങുന്നതിന് മുമ്പാണ് ഇത്രയും നീചമായ കരാർ ലംഘനവും മര്യാദകേടും മുഹമ്മദിൻ്റെ സംഘം നടത്തിയത് എന്നർത്ഥം. ഇതോടുകൂടി മുഹമ്മദിൻ്റെ മുമ്പിൽ ഇനി മക്കക്കാർക്ക് രക്ഷയില്ല എന്ന് മക്കയിലെ തലക്ക് വെളിവുള്ളവരൊക്കെ മനസ്സിലാക്കി. അങ്ങനെ മക്കയിലെ പ്രധാനപ്പെട്ട പലരും ആത്മരക്ഷാർത്ഥം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോന്നു. മുഹമ്മദും സംഘവും ആദ്യം ഹിജ്റ 6-ാം വർഷം ഉംറ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ മുഹമ്മദിനെ തടയാൻ വേണ്ടി ഏറ്റവും മുന്നിൽ സൈന്യവുമായി നിന്നിരുന്ന ഖാലിദ് ബിൻ വലീദും അംർ ബിൻ വാസും ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരെല്ലാവരും ഈ സന്ദർഭത്തിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ കൂടെ കൂടി. അതിനു മുമ്പ് തൊട്ട വർഷം മുമ്പ് മുഹമ്മദിനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുഹമ്മദിനെ യുദ്ധം ചെയ്ത് നേരിടാൻ വേണ്ടി വാളും കൊണ്ട് നിന്നിരുന്ന ഖാലിദ് ബിൻ വലീദും അംർ ബിൻ വാസും ഉൾപ്പെടെ നിരവധി പേർ ഇനി മക്കയിൽ രക്ഷയില്ല, മുഹമ്മദ് എന്തായാലും അധികം താമസിയാതെ മക്ക പിടിച്ചടക്കും എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് ഈ 10 കൊല്ലത്തെ കരാറൊന്നും മുഹമ്മദ് പാലിക്കാൻ പോകുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ ചെറുപ്പക്കാർ, ബുദ്ധിയുള്ള ചെറുപ്പക്കാരൊക്കെ, ജീവിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇസ്ലാമിൽ ചേരാൻ തുടങ്ങി എന്നാണ് പിന്നീട് വരുന്നത്. അങ്ങനെ മുഹമ്മദിൻ്റെ കലാപരിപാടി അവസാനിപ്പിച്ചൊന്നുമില്ല. മുഹമ്മദ് ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ഏറ്റവും വലിയ ഒരു ജൂതഗോത്രത്തിൻ്റെ ഖൈബർ എന്ന് പറയുന്ന സ്ഥലത്തെ ജൂതഗോത്രത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. ഒരു ജൂതഗോത്രം മാത്രമല്ല, ഒരുപാട് ഗോത്രങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു വലിയ നഗരവും ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സമ്പൽ സമൃദ്ധിയുള്ള ഒരു സ്ഥലമായിരുന്നു ഖൈബർ. ആ ഖൈബർ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് വലിയൊരു സൈന്യത്തെയും കൊണ്ട് നീങ്ങുന്നതാണ് പിന്നെ കാണുന്നത്. അവിടെ പോയി അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഇതൊരു വലിയ സംഭവമാണ് ഖൈബർ യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധത്തിലാണ് സഫിയയെ മുഹമ്മദ് കൊണ്ടുപോരുന്നത്. സഫിയയുടെ ഭർത്താവിനെയും അച്ഛനെയും ഒക്കെ കൊന്നതിന് ശേഷം യുദ്ധപ്പറമ്പിൽ നിന്ന് തിരിച്ച് മടങ്ങുന്ന വഴിയിൽ തന്നെ കൂടാരത്തിൽ വധുവിധു ആഘോഷിക്കുന്ന കഥയൊക്കെ നമ്മൾ സ്ഥിരമായി ചർച്ച ചെയ്യുന്നതാണ്. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല. ഖൈബർ കൊള്ളയടിച്ച് കീഴടക്കിയതിന് ശേഷം അവിടുന്ന് മടങ്ങുന്ന വഴി മദീനയിൽ എത്തുന്നതിന് മുമ്പ് നിരവധി ഗോത്രങ്ങളെ വഴിയിൽ വെച്ച് മുഹമ്മദ് കൊള്ളയടിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ആ ചരിത്രം കൂടെ വായിക്കാം, കാരണം ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഇസ്ലാം എന്ന മതം ഉണ്ടായതെന്നും എങ്ങനെയാണ് മുഹമ്മദ് ഒരു ചതിയനായിക്കൊണ്ട് ഈ മതം വ്യാപിപ്പിച്ചത് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഹുദൈബിയ സന്ധി എന്താണെന്ന് ഏകദേശമൊക്കെ മനസ്സിലായല്ലോ. അതൊരു ചതിക്കരാറായിരുന്നു എന്ന് മുഹമ്മദിന് യാതൊരു താല്പര്യവുമില്ലാതെ മുഹമ്മദ് ഒപ്പിട്ട് കൊടുത്ത ഒരു കരാറായിരുന്നു ഹുദൈബിയ സന്ധി എന്ന് നമുക്ക് മനസ്സിലായി. ആ കരാറിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് മുഹമ്മദ് ആ കരാർ ലംഘിച്ച കഥയാണ് നമ്മളിപ്പോൾ വായിച്ചത്. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്കകം തന്നെ മുഹമ്മദ് ഖൈബർ ആക്രമിക്കാൻ പോകുന്നു. ഖൈബറും കൂടി ആക്രമിച്ച് കീഴടക്കിയതോടുകൂടി പിന്നെ മക്കയിലുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായി ഇനി ഒരു രക്ഷയുമില്ല മുഹമ്മദിൻ്റെ മുമ്പിൽ എന്ന്. അങ്ങനെ പലരും അവിടുന്ന് മദീനയിലേക്ക് മുഹമ്മദിന് കീഴടങ്ങാനായിട്ട് കൂട്ടമായിട്ട് പുറപ്പെടുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത്. ഈ ഖൈബർ ആക്രമണം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ മുഹമ്മദ് കാട്ടിക്കൂട്ടിയ കൊള്ളകളുടെ ചരിത്രമാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. വാദിൽ ഖുറ യുദ്ധം. ഖൈബറിൽ നിന്ന് മദീനയിലേക്കുള്ള മടക്കയാത്രയിലാണ് ഈ യുദ്ധം നടന്നത്. മദീനക്കടുത്ത ഒരു പ്രദേശമാണ് വാദിൽ ഖുറ. ഖൈബർ യുദ്ധം കഴിഞ്ഞ് തിരുമേനിയോടൊപ്പം മദീനയിലേക്ക് പുറപ്പെട്ട ഞങ്ങൾ സന്ധ്യക്കൽപ്പം മുമ്പ് വാദിൽ ഖുറയിലെത്തി. തിരുമേനി അവിടെ താവളമടിക്കുകയും
ആ നാട്ടുകാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. തിരുമേനിയുടെ ആഹ്വാനത്തിന് അവർ വഴിപ്പെട്ടില്ല. തന്നിമിത്തം അവരുമായി യുദ്ധം ചെയ്യുവാൻ തിരുമേനി തീരുമാനിച്ചു. അങ്ങനെ ഒന്നിനു പുറകെ മറ്റൊന്നായി 11 പേർ മുമ്പോട്ട് വന്നു. 11 പേരും കൊല്ലപ്പെട്ടു. അതിനിടയിൽ പലതവണ ആ നാട്ടുകാരെ തിരുമേനി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവർ വഴിപ്പെട്ടില്ല. ആകയാൽ അവരെ കീഴടക്കുവാൻ യുദ്ധം അനിവാര്യമായി തീർന്നു. യുദ്ധത്തിൽ അവർ കീഴടങ്ങി. അവരിൽ നിന്ന് കണ്ടെടുത്ത മുതലുകൾ നിയമാനുസാരം വീതിക്കപ്പെട്ടു. അപ്പോൾ ഖൈബറിൽ നിന്ന് മടങ്ങുന്ന വഴി വാദിൽ ഖുറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗോത്രത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചു. അടുത്തത് നോക്കുക. ഫതക്ക് കീഴടങ്ങി. ഖൈബറിനും മദീനക്കും ഇടയിലുള്ള ഒരു നാടാണ് ഫതക്ക്. തിരുമേനി ആ നാട്ടുകാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ മഹീസത്തിനെ അവിടെ നിയോഗിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തെ അവർ ധിക്കരിച്ചു. ഇസ്ലാം മതം സ്വീകരിക്കുവാൻ അവർ കൂട്ടാക്കിയില്ല. ആകയാൽ അവർ ഒരു പ്രശ്നമായി നിൽക്കുകയായിരുന്നു. തിരുമേനി ഖൈബർ കീഴടക്കിയ വാർത്ത അറിഞ്ഞപ്പോൾ ആ നാട്ടുകാർ വ്യാകുല ചിത്തരായി തീർന്നു. മുസ്ലിങ്ങൾ തങ്ങളോട് യുദ്ധത്തിന് വരികയാണെങ്കിൽ ചെറുത്തു നിൽക്കുവാനുള്ള കഴിവ് തങ്ങൾക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. തന്നിമിത്തം അവർ ബന്ധപ്പെട്ടു ഒരു കൂടിയാലോചന നടത്തുകയും കാലത്താൽ വിളവിൻ്റെ പകുതി കപ്പമായി നൽകിക്കൊണ്ട് തിരുമേനിക്ക് കീഴടങ്ങുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഖൈബറും കൂടെ കീഴടക്കിയതോടുകൂടി തൊട്ടടുത്തുള്ള ചെറിയ ഗോത്രങ്ങളൊക്കെ ഇസ്ലാമിന് കീഴടങ്ങി അവരുടെ സ്വത്തുക്കളെല്ലാം കപ്പം കൊടുക്കാനും അല്ലെങ്കിൽ അതിൻ്റെ വരുമാനത്തിൻ്റെ പകുതി മുഹമ്മദിന് കൊടുക്കാനും ഒക്കെ തീരുമാനിച്ചുകൊണ്ട് കീഴടങ്ങി എന്നാണ് ഈ വായിച്ചത്. അടുത്തത് വാദിൽ ഖുറ എന്ന നാട്ടിനടുത്തുള്ള ഒരു നാടാണ് തൈമാ. തിരുമേനി വാദിൽ ഖുറ കീഴടക്കിയ വിവരം അറിഞ്ഞപ്പോൾ തൈമായിലെ ജനങ്ങളുടെ ഒരു പ്രതിനിധി സംഘം തിരുമേനിയെ സമീപിക്കുകയും നാട്ടിൽ വിളയുന്ന വിഭവങ്ങളുടെ പകുതി ജിസിയ എന്ന കപ്പമായി നൽകിക്കൊണ്ട് മുസ്ലിങ്ങളുമായി ഇണങ്ങി ജീവിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുകയും ചെയ്തു. അവരുടെ സമാധാന ഉടമ്പടി തിരുമേനി സ്വീകരിച്ചു. യുദ്ധം കൂടാതെ ആ നാടും തിരുമേനിക്ക് കീഴടങ്ങി. എങ്ങനെയുണ്ട് സമാധാനത്തിൻ്റെ ദൂതൻ്റെ ദൈവീക ദൗത്യം? അടുത്തത് ഹിജ്റാബ്ദം 7-ാം വർഷം ശഅബാൻ മാസത്തിൽ ഉമറിൻ്റെ നേതൃത്വത്തിൽ 30 സഹാബിമാർ ഹവാസാൻ ഗോത്രക്കാരുടെ നേരെ നിയോഗിക്കപ്പെട്ടു. മക്കത്തു നിന്ന് 2 ദിവസത്തെ വഴിയകലെ സ്ഥിതി ചെയ്യുന്ന തുറബത്ത് എന്ന മലമ്പ്രദേശത്താണ് അവർ താമസിച്ചിരുന്നത്. ബനു ഹിലാൽ ഗോത്രക്കാരനായ ഒരു ഒറ്റുകാരനും അവനോടൊപ്പം ഉണ്ടായിരുന്നു. പകലൊളിച്ചും രാത്രി സഞ്ചരിച്ചുകൊണ്ടും ആ സംഘം മുന്നോട്ട് നീങ്ങി. പക്ഷേ മുസ്ലിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്ത മണത്തറിഞ്ഞ ഹവാസാൻ ഗോത്രക്കാർ ഉമറും സംഘവും അവിടെ എത്തുന്നതിന് മുമ്പ് നാട് വിട്ട് ഓടിക്കളഞ്ഞു. മുസ്ലിങ്ങൾ തുറബത്തിലെത്തിയപ്പോൾ ആ പ്രദേശം വിജനമായി കണ്ടു. അവിടെ നിന്ന് കണ്ടുകിട്ടിയ മുതലുകളും ആടുമാടുകൾ മുതലായവയും കരസ്ഥമാക്കിക്കൊണ്ടവർ മദീനയിലേക്ക് തിരിച്ചു. അടുത്ത കൊള്ള ഹിജ്റാബ്ദം 7-ാം വർഷത്തിൽ ശവ്വാൽ മാസത്തിൽ ബഷീറിൻ്റെ നേതൃത്വത്തിൽ 300 സഹാബികൾ ജബാറയിലേക്ക് നിയോഗിക്കപ്പെട്ടു. ആ സ്ഥലത്തിന് യമൻ എന്നും പേരുണ്ട്. ഗത്ഫാൻ ഗോത്രക്കാരോ ഫറാസ ഗോത്രക്കാരോ ആയിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ആ ഗോത്രക്കാർ മദീന ആക്രമിക്കുവാൻ പരിപാടിയിട്ട വാർത്ത ലഭിച്ചപ്പോഴാണ് തിരുമേനി ഈ സംഘത്തെ അങ്ങോട്ട് നിയോഗിച്ചത്. മുസ്ലിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ അവർ കൂട്ടത്തോടെ നാട് വിട്ടോടിക്കളഞ്ഞു. മുസ്ലിങ്ങൾ അന്നാട്ടിലെത്തിയപ്പോൾ 2 ആളുകളെ മാത്രമേ കണ്ടുകിട്ടിയുള്ളൂ. അവർ ബന്ധനസ്ഥരാക്കപ്പെട്ടു. അവിടെ കണ്ടെത്തിയ മുതലുകളും മാടുമാടുകൾ മുതലായവയെയും മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തി മദീനയിലേക്ക് കൊണ്ടുപോയി. ബന്ധനസ്ഥരാക്കപ്പെട്ട 2 പേരും ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെയാണ് ഇസ്ലാം വളർന്നത് മക്കളെ. അങ്ങനെ ഈ ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള ഒരു കൊല്ലക്കാലം നിരവധി കൊള്ളകൾ നടന്നു. അതിൽ പലതും മക്കയുടെ തൊട്ടടുത്തുള്ള ഗോത്രങ്ങളൊക്കെ ആയിരുന്നു. അതോടുകൂടി മക്കക്കാർക്ക് ഏതാണ്ട് കാര്യങ്ങൾ പിടികിട്ടി. അവർക്കിനി രക്ഷയില്ല മുഹമ്മദിൻ്റെ മുമ്പിൽ എന്ന് ഏറെക്കുറെ ബോധ്യമായി. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഹുദൈബിയ സന്ധി പ്രകാരമുള്ള മുഹമ്മദിൻ്റെ അടുത്ത തീർത്ഥാടനത്തിനുള്ള പരിപാടി ഒരുങ്ങുന്നത്. ഈ തീർത്ഥാടനത്തിന് പോകുന്നതും അതിനു മുമ്പ് തീർത്ഥാടനത്തിന് പോയതുമൊക്കെ യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത പുണ്യമാസങ്ങളിലായിരുന്നു എന്നതുകൂടി ശ്രദ്ധിക്കണം. മുഹമ്മദ് വളരെ തന്ത്രപൂർവം, കാരണം മക്കക്കാർ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ നിഷ്ഠയുള്ളവരായിരുന്നു. യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത പുണ്യമാസങ്ങളിൽ അവർ വാളെടുക്കുകയില്ല എന്ന ഉറപ്പിന്മേലാണ് മുഹമ്മദ് ഈ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തത്. അപ്പോൾ ആദ്യം പോയതും അങ്ങനെയുള്ളൊരു സമയത്തായിരുന്നു. എന്നിട്ട് പോലും അവർ തങ്ങളെ ആക്രമിക്കും എന്ന് വന്നപ്പോൾ മുഹമ്മദ് കരാർ ഒപ്പിട്ട് പോരുകയാണ് ചെയ്തത്. ഇനി അടുത്ത വർഷം മുഹമ്മദ് ഇതേപോലെ തന്നെ ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഉംറ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ വലിയൊരു സൈനിക സംഘത്തെയും കൊണ്ട് കൂടുതൽ ആയുധങ്ങളുമായിട്ട് പുറപ്പെടുന്ന സംഭവമാണ് നമ്മുടെ ആയത്തിറങ്ങിയ നമ്മുടെ
190 മുതൽ 194 വരെയുള്ള ആയത്തുകൾ ഇറങ്ങിയ സന്ദർഭം വരുന്നത് ഈ ഉംറ യാത്രയുടെ പശ്ചാത്തലത്തിലാണ്. ഉംറത്തുൽ ഖളാ എന്നും ഉംറത്തുൽ ഖിസാസ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഉംറ ചെയ്യാൻ അനുവദിക്കാതിരുന്നതിനുള്ള ഖിസാസ് പ്രതിക്രിയ എന്ന നിലക്കാണ് മുഹമ്മദും സംഘവും ഇത്തവണ ഉംറയ്ക്ക് പുറപ്പെടുന്നത്. അത് കരാറിലെ വ്യവസ്ഥ അനുസരിച്ചും കൂടിയാണ്. കരാറിൽ അങ്ങനെ അടുത്ത കൊല്ലം വരാമെന്നും അടുത്ത കൊല്ലം നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾ 3 ദിവസത്തേക്ക് മക്കയിൽ നിന്ന് ഞങ്ങളെല്ലാവരും മാറിത്തരാം, അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഉംറ നിർവഹിച്ച് പോകാമെന്നുമായിരുന്നു മക്കക്കാരുടെ വാഗ്ദാനം. അതനുസരിച്ച് മുഹമ്മദ് കായബയിലേക്ക് പുറപ്പെടുകയാണ്. ആയുധങ്ങളൊന്നും കൊണ്ടുവരരുത് എന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് വാളിന് പുറമെ എല്ലാ ആയുധങ്ങളും കുതിരപ്പടയും ഒട്ടകപ്പടയും എല്ലാം സജ്ജീകരിച്ചുകൊണ്ടാണ് ഇത്തവണ മുഹമ്മദ് പുറപ്പെടുന്നത്. അപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൽ ഉംറ മാത്രമായിരുന്നില്ല ലക്ഷ്യം, അതിനപ്പുറത്തേക്ക് മക്ക കീഴടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുഹമ്മദ് പോകുന്നത്. ഈ ഉംറ യാത്രയുടെ ഏതാനും വിശദാംശങ്ങൾ ഞാൻ ഇതേ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം. യുദ്ധായുധങ്ങൾ, പടയങ്കികൾ എന്നിവ സജ്ജീകരിക്കപ്പെട്ടു. 100 പടക്കുതിരകളെയും ഒരുക്കുകയുണ്ടായി. കുതിരകളെ മുഹമ്മദ് ബിൻ മസ്ലമത്തിൻ്റെ പക്കലും ആയുധങ്ങൾ ബഷീർ ബിൻ സഅദിൻ്റെ പക്കലും ഏൽപ്പിച്ചു. തിരുമേനി പള്ളിയുടെ വാതിൽക്കൽ വെച്ച് തന്നെ ഉംറക്ക് ഇഹ്റാം കെട്ടി. ദുൽ ഹുലൈഫത്തിലെത്തിയപ്പോൾ തിരുമേനി അശ്വഭടന്മാരെ മുന്നോടിയായി യാത്രയച്ചു. യാ റസൂലുള്ള, ആയുധം കൂടാതെ, ഇനി ശ്രദ്ധിക്കുക, അടുത്ത സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക. യാ റസൂലുള്ള, ആയുധം കൂടാതെ മക്കയിൽ പ്രവേശിക്കണമെന്നാണല്ലോ ഖുറൈശികളുമായുള്ള ഉടമ്പടിയിലെ നിബന്ധന എന്ന് സഹാബിമാർ ഉണർത്തിയപ്പോൾ തിരുമേനി ഇപ്രകാരം അരുളുകയുണ്ടായി: ആയുധത്തോടുകൂടി നാം ഹറമിൽ കടക്കേണ്ടതില്ല, പക്ഷേ ഹറമിനടുത്തു തന്നെ നമ്മുടെ ആയുധങ്ങളും പടക്കുതിരകളും ഉണ്ടായിരിക്കണം. അപ്പം മദീനയിൽ നിന്ന് മക്കയിലേക്ക് ആയുധങ്ങളും കൊണ്ട് വരരുത് എന്നായിരുന്നു കരാറ്. പക്ഷേ അവിടെ മുഹമ്മദ് ഒപ്പിക്കുന്ന തരികിടയാണിത്. ആയുധങ്ങളും കൊണ്ട് ഹറമിൽ, അതായത് കഅബയിൽ കിടക്കരുത് എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കഅബയുടെ തൊട്ട് അപ്പുറത്ത് ആയുധങ്ങളൊക്കെ ശേഖരിച്ചിട്ട് കഅബയിലേക്ക് നമുക്ക് ആയുധങ്ങളില്ലാതെ പോകാം എന്ന ഒരു ഉഡായിപ്പ് കൂടി മുഹമ്മദ് അവിടെ അവതരിപ്പിക്കുകയാണ്. ഖുറൈശികൾ ഉടമ്പടിക്കെതിരായി നമ്മെ ആക്രമിക്കുന്ന പക്ഷം അപ്പോൾ തന്നെ അവരെ നേരിടുവാൻ നാം സജ്ജരായിരിക്കണം. അപ്പോൾ ഖുറൈശികൾ ഇങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചാക്രമിക്കാൻ സന്നദ്ധരായിട്ട് വേണം നമ്മൾ പോകാൻ എന്നാണ്. ഖുറൈശികൾ കരാറ് ലംഘിച്ചേക്കാമോ എന്ന് മുഹമ്മദ് ഭയപ്പെടുന്നു എന്ന് മുഹമ്മദ് അനുയായികളെ ധരിപ്പിക്കുകയാണ് ഇവിടെ. മുഹമ്മദ് ബിൻ മസ്ലമത്തും അശ്വഭടന്മാരും മുന്നോടിയായി യാത്ര ചെയ്തു. അവർ മറുദുൽ ലഹ്റാനിൽ എത്തിയപ്പോൾ ചില ഖുറൈശികൾ അവരെ കാണുകയും വിവരങ്ങൾ അന്വേഷിച്ചറിയുകയും ചെയ്തു. തിരുമേനിയും സഹാബിമാരും ഉംറക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നും അടുത്ത ദിവസം കാലത്ത് അവർ മറുൽ ലഹ്റാനിൽ എത്തുമെന്നും അറിഞ്ഞപ്പോൾ ആ ഖുറൈശികൾ ഈ വാർത്തയുമായി മക്കയിലേക്ക് കുതിച്ചു. തിരുമേനി സൈന്യസമേതം പുറപ്പെട്ടിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ഖുറൈശികൾ അമ്പരന്നു. ഒരു വിധത്തിലും തങ്ങൾ ഉടമ്പടിക്ക് വിപരീതമായി യാതൊന്നും പ്രവർത്തിച്ചിട്ടില്ലെന്നിരിക്കെ മുസ്ലിങ്ങൾ തങ്ങളോട് യുദ്ധത്തിന് പുറപ്പെട്ടതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. നോക്കൂ നിങ്ങൾ, ഇത് ഇസ്ലാം ചരിത്ര പുസ്തകത്തിലാണ് എഴുതി വച്ചിട്ടുള്ളത്. എന്താ എഴുതി വച്ചിട്ടുള്ളത്? ഒരു വിധത്തിലും തങ്ങൾ ഉടമ്പടിക്ക് വിപരീതമായി യാതൊന്നും പ്രവർത്തിച്ചിട്ടില്ലെന്നിരിക്കെ മുസ്ലിങ്ങൾ തങ്ങളോട് യുദ്ധത്തിന് പുറപ്പെട്ടതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. അവർ നിഷ്കളങ്കരായിരുന്നു എന്നും അവരാ കരാറ് കൃത്യമായി പാലിക്കുന്നവരും പാലിക്കാൻ സന്നദ്ധരുമായിരുന്നു എന്നും ഇസ്ലാമിൻ്റെ ചരിത്രകാരന്മാർ തന്നെ ഒരു ഉളുപ്പുമില്ലാതെ എഴുതി വച്ചിട്ടുണ്ട്. വിഷയത്തെപ്പറ്റി സംസാരിപ്പാനായി മക്രസ് ബിൻ നുഹഫ്സിൻ്റെ നേതൃത്വത്തിൽ ഖുറൈശികളുടെ ഒരു പ്രതിനിധി സംഘം തിരുമേനിയുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. ഖുറൈശികളും താങ്കളും തമ്മിൽ നടന്ന ഉടമ്പടിയിലെ വ്യവസ്ഥക്കെതിരായി ഒരു സൈന്യത്തോടുകൂടി താങ്കൾ മക്കയിലേക്ക് പുറപ്പെട്ട വിവരം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുവാൻ താങ്കളെ പ്രേരിപ്പിച്ച കാരണമെന്താണെന്നറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അവർ തിരുമേനിയോട് പറഞ്ഞപ്പോൾ തിരുമേനി പ്രകാരം മറുപടി നൽകി: സൈന്യത്തോടു കൂടിയാണ് ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത്, അത് ശരിയാണ്. പക്ഷേ സൈന്യസമേതം ഞങ്ങൾ മക്കയിൽ പ്രവേശിക്കുവാൻ ഉദ്ദേശിച്ചിട്ടില്ല. സൈന്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻകരുതൽ മാത്രമാണ്. ഈ വാർത്തയുമായി ആ പ്രതിനിധി സംഘം മക്കയിലേക്ക് കുതിച്ചു. മുസ്ലിങ്ങൾ സായുധരായി മക്കയിൽ കടക്കുകയില്ലെന്നറിഞ്ഞപ്പോൾ ഖുറൈശികൾക്ക് ആശ്വാസമായി. ഇനി ബാക്കി കേട്ടോളൂ. തിരുമേനിയുടെ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ പിടിച്ചു നടക്കുകയായിരുന്ന അബ്ദുല്ലാഹിബിൻ റവാഹത്ത് ആവേശത്തിൽ ഒരു പദ്യം ചൊല്ലി. ഈ പദ്യം ഒന്ന് ശ്രദ്ധിക്കണേ. കാഫറുകളെ, തിരുമേനി സഞ്ചരിക്കുന്ന മാർഗത്തിൽ നിന്ന് മാറിക്കൊള്ളുക.
അല്ലാത്ത പക്ഷം ഖുർആൻ്റെ വിധി അനുസരിച്ച് ഞങ്ങൾ നിങ്ങളെ വെട്ടും. ആ വെട്ട് നിങ്ങളുടെ ശിരസ്സുകളെ ഉടലിൽ നിന്ന് വേർപെടുത്തും. സ്നേഹിതൻ സ്നേഹിതനെ തിരിച്ചറിയാതാവും. ഇതായിരുന്നു ആ പദ്യത്തിൻ്റെ സാരം. നോക്കൂ, ഉംറ ചെയ്യാൻ പോവുകയാണ്, തീർത്ഥാടനത്തിന് പോവുകയാണ്. അത് പോകുമ്പോൾ കൊലവിളിയാണ് പാട്ടായിട്ട് മുഴക്കുന്നത്. തിരുമേനിയുടെ മുമ്പിൽ വെച്ച് പദ്യം ചൊല്ലാതിരിപ്പാൻ ഉമർ ഫാറൂഖ് അദ്ദേഹത്തെ ഉപദേശിച്ചപ്പോൾ തിരുമേനി ഇപ്രകാരം പറയുകയുണ്ടായി: ഉമറേ, അദ്ദേഹം ചൊല്ലിക്കൊള്ളട്ടെ. ഈ പദ്യം കാഫറുകളുടെ കാതുകളിൽ കടന്നു ചെല്ലുന്ന കൂരമ്പുകളാണ്. ആരാ പറഞ്ഞത്? തിരുമേനിയാണ് പറഞ്ഞത്. അപ്പോൾ തിരുമേനി കേട്ടാൽ ചീത്ത പറയുമെന്ന് പേടിച്ചിട്ട് അബൂബക്കർ അങ്ങനത്തെ കൊലവിളിയൊന്നും പാടല്ലടാ എന്ന് പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞ എന്താണ്? കൊലവിളി പാടിക്കോട്ടടാ, കാഫറുകളുടെ കാതുകളിൽ ഇത് കടന്നു ചെല്ലുന്ന കൂരമ്പുകളായിരിക്കും എന്ന്. ഇനി നിങ്ങൾ പറയൂ, ഈ പോക്ക് ഉംറ ചെയ്യാനുള്ളതായിരുന്നോ? ഈ ആയുധങ്ങളുമായിട്ടുള്ള ഈ പോക്ക് കരാർ അനുസരിച്ചായിരുന്നോ? അതോ ഈ കരാറിനെ മുഹമ്മദ് എന്തായിട്ടാണ് മനസ്സിൽ കണ്ടിരുന്നത്? എന്തുകൊണ്ടാണ് മുഹമ്മദിൻ്റെ ഇംഗിതമറിയാവുന്ന അബൂബക്കർ മാത്രം കരാറിലെ വ്യവസ്ഥകളെ മുഹമ്മദ് അംഗീകരിച്ചപ്പോൾ മിണ്ടാതിരുന്നത്? ഇതിൻ്റെ എല്ലാം കാരണം ഈ വരികൾക്കിടയിൽ സുവ്യക്തമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മുഹമ്മദ് ആ കരാറിന് പുല്ലുവില കൽപ്പിച്ചിരുന്നില്ല എന്നും 10 വർഷത്തേക്ക് ആ മക്കക്കാരെ നിരായുധരാക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ മുഹമ്മദിൻ്റെ എതിർപക്ഷത്ത് വരാതിരിക്കാൻ വേണ്ടിയും അവരെ കച്ചവട കാര്യങ്ങളിലേക്കും മറ്റും തിരിച്ചുവിടുന്നതിന് വേണ്ടിയും മുഹമ്മദ് നടത്തുന്ന മറ്റു കൊള്ളകളിലും അക്രമങ്ങളിലും മറ്റു ഗോത്രങ്ങളുമായി മക്കക്കാർ സഖ്യം ചേരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും മുഹമ്മദ് നടത്തിയ അതിഗൂഢമായിട്ടുള്ള ഒരു കുൽസിത ബുദ്ധിയുടെ ഫലമായിരുന്നു ഈ ചതിക്കരാറ്. ഈ ഹുദൈബിയ കരാർ എന്ന് പറയുന്ന കരാറ് മുഹമ്മദ് ലംഘിക്കാൻ വേണ്ടി ഒപ്പിട്ട കരാറായിരുന്നു എന്നുള്ള കാര്യം ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത്? മുഹമ്മദും സംഘവും മക്കയിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ഈ ഖുറൈശികൾ, പാവങ്ങൾ 3 ദിവസത്തേക്ക് സ്വന്തം വീടും സ്വന്തം നാടും ഉപേക്ഷിച്ച് പുറത്തു പോയി ചില മലമുകളിലൊക്കെ ടെൻറ്റ് കെട്ടിയിട്ട് താമസിച്ചു. 3 മക്ക നഗരം പൂർണ്ണമായിട്ടും മുഹമ്മദിനും സംഘത്തിനും അവർ വിട്ടുകൊടുത്തു. അവർ കരാറ് കൃത്യമായി പാലിച്ചു. അങ്ങനെ മുഹമ്മദ് കഅബയിൽ കയറി. അവിടെ മുഹമ്മദും സംഘവും തവാഫ് ചെയ്തു. അവർക്ക് ചെയ്യാനുള്ളതൊക്കെ അവിടെ ചെയ്തു. മാത്രമല്ല, കരാറ് ലംഘിച്ചുകൊണ്ടൊരു തോന്നിവാസവും മുഹമ്മദ് ചെയ്യിച്ചു. ബിലാൽ എന്ന് പറയുന്ന അടിമയെ ആ കഅബയുടെ ടോപ്പിൽ കയറിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ബിലാൽ ബാങ്ക് വിളിച്ചു കൊലവിളി നടത്തി. ഇത് കരാറ് ലംഘനമായിരുന്നു. മുഹമ്മദിനോട് അവിടെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തി പോകാനേ പറഞ്ഞിട്ടുള്ളൂ. കഅബയുടെ
കരമുള്ളവരായിരുന്നു, മര്യാദയുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കരാറ് കൃത്യമായി പാലിച്ചു. അവർ 3 ദിവസം മക്കയിൽ നിന്ന് മാറിക്കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ആയത്തിറക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ്. അതായത് അവർ തങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കുമോ എന്ന് ശങ്കിച്ച സമയത്ത് അഡ്വാൻസ് ആയിട്ടാണ് മുഹമ്മദ് ഈ ആയത്തുകൾ ഇറക്കുന്നത്. അവിടെ അള്ളാഹു എന്ന് പറയുന്ന ദൈവം നേരത്തെ റിദ്വാൻ പ്രതിജ്ഞയ്ക്ക് ഒപ്പിട്ട് കൊടുത്തതുപോലെ തന്നെയുള്ള ഒരു മണ്ടത്തരമാണ്, ഒരു അമളിയാണ് ദൈവത്തിന് പറ്റുന്നത്. കാരണം അള്ളാഹു സർവ്വജ്ഞാനിയാണെങ്കിൽ മക്കക്കാർ കരാറ് ലംഘിക്കാൻ പോകുന്നില്ല എന്നും അവരിതിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക എന്നും വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും ഈ അള്ളാഹു അറിയണ്ടേ? പക്ഷേ അള്ളാഹു എന്ന മണ്ടൻ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അള്ളാഹുവിനെ മുൻകൂട്ടിയൊന്നും അറിയാനുള്ള കഴിവില്ല. കാരണം മുഹമ്മദിന് സംശയമുള്ളതുകൊണ്ട് അള്ളാഹുവും സംശയാലുവായി. അങ്ങനെ അള്ളാഹു ആ സംശയത്തിൻ്റെ ബലത്തിൽ അഡ്വാൻസായിട്ട് എങ്ങനെയാണ് മക്കക്കാർ ആക്രമിക്കുകയാണെങ്കിൽ അവരെ നേരിടേണ്ടത് എന്ന് അഡ്വാൻസായിട്ട് ആയത്തിറക്കി കൊടുത്തതാണ് നമ്മൾ വായിച്ച 2:190 മുതൽ 194 വരെയുള്ള വാക്യങ്ങൾ. ഇനി നമുക്ക് ഈ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ അടുത്ത ക്ലാസ്സിൽ തുടരാം.